കുറെ നാള് കൂടി ഞാനും ഇക്കാക്കായി മാത്രമുള്ള ഒരു ട്രിപ്പാണിത്. പെട്ടെന്നുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. തലേന്ന് പ്ലാൻ ചെയ്ത് പിറ്റേന്ന് പോയി. പോണ വഴിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇക്കാക്കാടെ ഫ്രണ്ട് വഴി ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി. ആ റിസോർട്ടിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ടായി. അപ്പൊ അവരുടെ ജീപ്പിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചത്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ ഫിക്സ് ചെയ്ത് അങ്ങടേക്ക് പോയി. റൂമിന്റെ അടുത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായി കാണാനൊക്കെ. ഇതാണ് ഞങ്ങളുടെ റൂം വന്നത്. റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി കുറച്ചു നേരമൊക്കെ ഇരുന്നതിനിട്ട് അടുത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ടായി. അവിടെ പോയി പിള്ളേരായിട്ട് കുറച്ചു നേരമൊക്കെ കളിച്ച് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തു പോയായിരുന്നു. അടുത്ത് തന്നെയുള്ള വൈത്തിരി ഫാമിലാണ് ഞങ്ങൾ പോയി. ഈ റിസോർട്ടിൽ ആൾ 9 മണിക്ക് മുന്നേ തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വൈത്തിരി ഫാമിലോട്ടാണ്. അവിടെ കുറെ ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷഹാരി. തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. കടിക്കാത്ത പാമ്പ് ഏതൊക്കെ? ചത്ത പാമ്പും കടിക്കില്ല, ഫോട്ടോയിൽ കാണുന്നതും കടിക്കില്ല. പാമ്പല്ല, മീന. ആശാനെ കടൽ പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. ഏഭ്യൻ. ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാ. ഇതൊക്കെ എനിക്ക് പേടിയായോണ്ട് ഞാൻ വശത്തോട്ട് പോയില്ലായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ ഉടനിറങ്ങി ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് തിരിച്ചു പോയി.